കടക്കൽ ദേവീക്ഷേത്രത്തിൽ നടന്നത് അങ്ങേയറ്റം ക്ഷേത്രവിരുദ്ധമായ ആചാരവിരുദ്ധമായ കാര്യമാണ്. വിശ്വാസത്തെ ഹനിക്കുന്നൊരു നടപടിയാണ്. കടക്കൽ ദേവി ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, എല്ലാവിധ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും മുക്തമാക്കണമെന്ന് കേരള ഹൈക്കോടതി പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈവൻ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ബോർഡുകൾ എടുത്ത് മാറ്റാൻ ഉത്തരവിട്ടുള്ള ഒരു സന്ദർഭങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോ അങ്ങനെയുള്ളപ്പോഴാണ് കടക്കൽ ദേവി ക്ഷേത്രത്തില് ഡിവൈഎഫ്ഐയുടെ ലോഗോയും കൊടിയും അവരുടെ പേരും ഒക്കെ ഉൾപ്പെടുന്ന LED മോണിറ്ററിൽ വരുന്ന തരത്തിൽ ഉള്ള പരിപാടി അവതരിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക മാത്രമല്ല, ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ തീരുമാനമെടുത്ത്, പാർട്ടി തന്നെ തീരുമാനമെടുത്ത് ക്ഷേത്രങ്ങളിൽ കയറി പറ്റണം, ക്ഷേത്രങ്ങൾ പാർട്ടിയുടെ അധീനതയിലാക്കണം എന്നുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. അങ്ങനെ ക്ഷേത്രങ്ങൾ അധീനതയിലാക്കുന്നത് ക്ഷേത്രങ്ങളെ നന്നാക്കാനോ വിശ്വാസികളോടുള്ള ധർമ്മം നിർവഹിക്കാനോ ക്ഷേത്രങ്ങളെ പരിപാലിക്കാനോ അല്ല. ക്ഷേത്രങ്ങൾ അവരുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഗതിയുള്ളത്. പാർട്ടി മറ്റേ ഇതര സമൂഹങ്ങളുടെ ആരാധനാലയങ്ങൾ കയറി ചെല്ലാനോ അവരുടെ കമ്മിറ്റികളിൽ പിടിച്ചടക്കാനോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ക്ഷേത്രങ്ങൾ ആസൂത്രിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പിടിച്ചടക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചടക്കുന്നു, ക്ഷേത്രങ്ങളിൽ അവരുടെ പാർട്ടി പരിപാടികൾ നടപ്പാക്കുന്നു. ഇത് ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന അന്യായമാണ്, അനീതിയാണ്, വിശ്വാസികളോട് കാണിക്കുന്ന അന്യായമാണ്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരും. മറ്റിടങ്ങളിലൊക്കെ BJP ഇത്തരത്തിൽ ഗണഗീതം പാടിയാൽ ഇത് സമ്മതിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ കടക്കൽ തിരുവാതിര അല്ലെങ്കിൽ കടക്കലിന്റെ മണ്ണ് വിപ്ലവത്തിന്റെ മണ്ണാണ്, അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല, കടക്കലിലെ ജീവിക്കുന്നവർക്ക് ഇതിന്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചർച്ച ചെയ്ത മാധ്യമ പ്രവർത്തകരെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വരുന്നത്. കടക്കൽ വിപ്ലവത്തിന്റെ മണ്ണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മണ്ണോ ആയിക്കോട്ടെ, ക്ഷേത്രം ആണല്ലോ. ക്ഷേത്രം വിപ്ലവത്തിന്റെ ക്ഷേത്രം അല്ലല്ലോ. ക്ഷേത്രം വിശ്വാസികളുടെ ക്ഷേത്രമാണ്. ക്ഷേത്രങ്ങളിൽ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. പാട്ട് പാടുന്നതിനെ സംബന്ധിച്ചല്ല നമ്മുടെ പ്രതിഷേധം അല്ലെങ്കിൽ നാം പറഞ്ഞിട്ടുള്ളത്. അവിടെ ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് പാടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിലുള്ള പാട്ട് പാടുകയോ, ചിലപ്പോൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ വരെ പാടാം. ക്ഷേത്രത്തിനകത്ത് അങ്ങനെ പാടാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. പാട്ടിനെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്. പാട്ട് പാടിയ സമയത്ത് അതിന്റെ LED മോണിറ്ററിൽ വന്ന ചിത്രങ്ങൾ ഏതിന്റെയാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? അപ്പോ അത് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പൊ ഗണഗീതങ്ങൾ പാടും. ഇത്തരം ഈ ഗണഗീതങ്ങളൊക്കെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളുടെ സംസ്കാരത്തിന് യോജിച്ചതാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലല്ലോ. ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിനും വിശ്വാസികൾക്കും ഭക്തിക്കും ചേർന്ന് നിൽക്കുന്നതാണ്. അല്ല ഭക്തിക്കെതിരായിട്ടുള്ള പാട്ടല്ലല്ലോ ഇവിടെ ഭക്തിക്ക് എതിരായിട്ടുള്ള പാട്ടുകൾ വരെ പാടുന്നതിന് ആരും എതിര് പറഞ്ഞിട്ടില്ല. സാംബശിവന്റെ കഥാപ്രസംഗം നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ മിക്കവാറും അത് പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും വിശ്വാസികൾക്ക് എതിരായിട്ടുള്ളതുമായിട്ടുള്ള നാടകങ്ങൾ, ഭഗവാൻ കാലുമറന്നു തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ കളിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോ ക്ഷേത്ര വിശ്വാസത്തിനും സംസ്കാരത്തിനും എതിരായിട്ടുള്ള കലാപരിപാടികൾ വരെ നടക്കുന്നതിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോടുള്ള എതിർപ്പ് അല്ല ഇത് ഡിവൈഎഫ്ഐയുടെ പേരും ഡിവൈഎഫ്ഐയുടെ ഫോട്ടോയും മറ്റേ കൊടിയും അതേപോലുള്ള കാര്യങ്ങളും ഒക്കെ ഉയർത്തുന്നത് ഏതു തരത്തിലാണ് ന്യായീകരിക്കുന്നത്? ഏതു തരത്തിലാണ്? കാവിക്കൊടി ക്ഷേത്ര സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നത് കാവിക്കൊടികളാണ്. ആ കാവിക്കൊടി ക്ഷേത്ര പരിസരത്ത് കെട്ടാൻ പാടില്ല എന്ന് തിട്ടൂരം ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഡിവൈഎഫ്ഐയുടെ ചിത്രവും ഡിവൈഎഫ്ഐയുടെ എഴുത്തും അതേപോലെ ലോഗോയും ഒക്കെ ചിത്രീകരിക്കുന്ന LED മോണിറ്ററിൽ പ്രദർശിപ്പിച്ചത്. ഏതടിസ്ഥാനത്തിലാണ് അതിനെ ന്യായീകരിക്കുക? അത് രണ്ടിനെ എങ്ങനെയാണ് സമീകരിക്കുക? ഇതിലിപ്പോ എന്ത് നടപടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഇതിനെ നിയമപരമായിട്ട് നേരിടേണ്ടി വരും. ഇത് ദേവസ്വം ബോർഡ് എന്തെങ്കിലും ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ദേവസ്വം ബോർഡ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ദേവസ്വം ബോർഡാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. അവിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിലപാടുകൾ വരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഈ വിഷയത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. വിശ്വാസികൾ ആണ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടത്.
ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ? നിയമപരമായിട്ടുള്ള രീതിയിലുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും. ശക്തമായ ജനകീയപരമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണമെന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപിത നയം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണിത്. ദേവസ്വം ബോർഡ് ഭരണം മാത്രമല്ല, അതാത് ക്ഷേത്രങ്ങളിൽ വിശ്വാസികളാണ് അവിടെ വരേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരല്ല. രാഷ്ട്രീയക്കാരിൽ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവിടെ വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രമല്ലാതെ മറ്റ് ഇതര ആരാധനാലയങ്ങളിൽ ഇതുപോലെ എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്തിട്ട് ഏതെങ്കിലും മസ്ജിദ് കമ്മിറ്റിയിലെ നേതാക്കന്മാരാവാൻ തയ്യാറുണ്ടോ? ചർച്ച് കമ്മിറ്റിയിൽ അവർ കയറി ചെല്ലുവോ? എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇവർ കയറി വന്നിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങൾ എന്താ ഇവർക്ക് എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള ഇടമാണോ? ഹിന്ദു ക്ഷേത്രങ്ങൾ ഇവരുടെ രാഷ്ട്രീയ പേക്കൂത്തുകൾ നടത്താനുള്ള താവളങ്ങളാണോ? എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ മാത്രം ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നത്?